അപ്പോൾ ഈ വരാത്തതിൻ്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിൻ്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിൻ്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതുമല്ല 2-ാം തീയതിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവളുടെ റൂം ഇവക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണും ചെമ്പരത്തി എന്നൊക്കെ പറയുന്നവന്മാരുടെ വീഡിയോസോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരാരും വിളിച്ചത് വരത്തില്ല. അപ്പോൾ വീണ്ടും രേണുസുതിയെ കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ തെളിവുകൾ കൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ഷബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ. അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വോയിസുകൾ കേൾക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പം രേണുസുതി കോണ്ടന്റ് ഇഷ്ടമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പം നമുക്ക് തുടങ്ങാം. ചേച്ചിക്കറിയോ ഈ 21-ാം തീയതി മുതൽ ഇവള് 2-ാം തീയതി വരേക്കുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ വരാത്തതിൻ്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിൻ്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിൻ്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതുമല്ല 2-ാം തീയതിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവളുടെ റൂം ഇവക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണും ചെമ്പരത്തി എന്നൊക്കെ പറയുന്നവന്മാരുടെ വീഡിയോസോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരാരും വിളിച്ചത് വരത്തില്ല. പിന്നെ ഈ പെങ്കൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി അവിടെ കുറേ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ടാണ് വരാത്ത? ഇവളുടെ കുറേ വയറ് കാണിച്ചത് തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെൺപിള്ളേരെ അതായത് പാവപ്പെട്ട വീടുള്ള പെൺപിള്ളേരെയാണ് ഇവന്മാർ നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവരെ അടിമകളാക്കിയിട്ട് ഇവിടെ ഡ്രഗ്സ്. അതിനുശേഷം പിന്നെ ഇവർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ഡ്രഗ്സിന്റെ മാഫിയയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയത് പറയാൻ. ഒരുപാട് എണ്ണത്തിനെ എനിക്കറിയാം ഇവിടെ. പക്ഷേ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് തരാം. ഇവന്മാരൊക്കെ ഒരുപാട് പേരെ എനിക്കറിയാം. കാര്യം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് ഉള്ളെങ്കിൽ പോലും എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പെൺപിള്ളേരും ഒക്കെ എനിക്കുണ്ട്. അതിൻ്റെ കുറേ കാരിയേഴ്സിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരാം ചേച്ചി. മറ്റേ എന്താ പറയുക, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം തരാം, ഫോട്ടോസ് തരാം. ഇവരൊക്കെ ഗോൾഡ് കാരിയേഴ്സാണ്. രേണുസുധിയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവള് വെറുതെ ഒന്നും ഇവളെ ഈ പറയുന്ന പെണ്ണുങ്ങളെ നാട്ടിൽ നിന്ന് ഇവന്മാരും കൊണ്ടുവരത്തില്ല. നമുക്കറിയുന്നതാണ് ഇതൊക്കെ. ഇത് കള്ളത്തരമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ പിടിച്ചിട്ടാണ് ഞാൻ സത്യം ചെയ്തേക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല ഇവിടെ. ഈ രേണുസുധി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ തങ്കച്ചൻ, ഇവറ്റകൾ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് അവൾ ഈ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവള് ഗൾഫിൽ പോകുമ്പോൾ 150 ഓൺലൈൻകാരെ, തിരിച്ചു വരുമ്പോൾ ഇവളെ കാത്തു നിൽക്കാൻ 150 ഓൺലൈൻ ചാനലുകാർ. ഈ നായിൻ്റെ മക്കൾക്കൊന്നും വേറെ ഒരു തൊഴിലുമില്ല. ഇവൾ വിളിക്കുമ്പോഴേക്ക് വരാൻ. ഇവൾ ആരാണ്? ഇവൾ ഇന്നലെ മെനഞ്ഞാന്നെങ്ങാണ്ട് ഇവളെ പ്രൊഫൈൽ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നു, മറ്റേ നമ്മുടെ സണ്ണി ലിയോന്റെ കൂടെ. ഇവൾ ഇരുന്ന് ചിരിക്കുന്ന ഒരു AI പിക്ചർ. ഇവളുടെ സംസ്കാരം മനസ്സിലായില്ലേ? അതോടുകൂടി ഇവളുടെ സംസ്കാരം മനസ്സിലായി. ഇവൾ ഏതാണ്? ഇവൾ ഉപമിക്കാൻ നോക്കുകയാണ്. സണ്ണി ലിയോൺ ഇതൊക്കെ ആവാമെങ്കിൽ രേണുസുധിക്ക് എന്തുകൊണ്ടാണ് സണ്ണി ലിയോൺ എവിടെ കിടക്കുന്നത്, ഇവൾ എവിടെ കിടക്കുന്നത്? അത് സത്യം കേട്ടോ. സണ്ണി ലിയോണും ഇവർ AI പിക്ചറാണ് കേട്ടോ. ഇവരുടെ ഒരു ചെറിയൊരു സാമ്യം മാത്രമേ ഉള്ളൂ. അപ്പം ഇവർ രണ്ടും കൂടി ഇരിക്കുന്ന ഒരു പിക്ചർ ആരോ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് പറയുന്നു. അപ്പോൾ ആര് ചെയ്താലും ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രൊഫൈലിൽ ഇവരത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ഇവരിപ്പോൾ പറഞ്ഞ ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. സണ്ണി ലിയോണിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന എന്താണ് അവരുടെ ആ ഒരു, സത്യം പറഞ്ഞാൽ പറയാനായിട്ട് ഇനി ഒന്നും ഇല്ല. അവരെ ഇനി പറയാനായിട്ടൊന്നും ഇല്ല. എല്ലാവർക്കും നല്ല വൃത്തിക്ക് അവരെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതറ്റം പോയാലും പണം മാത്രം മതി എന്ന് പറയുന്ന സ്ത്രീയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെ പാട്ടുകാർ റിമി ടോമിയാണ് കേട്ടോ. ഇവർ രണ്ടാളും ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഹണി റോസും റിമി ടോമിയും 21-ാം തീയതി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. കാര്യം വരാൻ കഴിയാത്തത് ഫ്ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട്, ഇവിടുത്തെ യുദ്ധത്തിന്റെ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഇവള് വന്നു. എങ്ങനെ വന്നു? ഹണി റോസും റിമി ടോമിയും കൂടി പോകാൻ വേണ്ടിയിട്ട് ഈ യുദ്ധവും പ്രശ്നമൊക്കെ ആയത് കാരണം അവർക്ക് ടിക്കറ്റിൻ്റെ പ്രശ്നം പ്രോബ്ലമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ സ്ഥാനത്ത് ഈ രേണുസുധി എങ്ങനെ പോയി എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ വാസ്തവം ഇല്ലാതില്ല. എന്തെങ്കിലും തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാനാണ് ഇവരുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തുന്നത് എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായി. എന്നെ ഒരിക്കലും പിടിക്കില്ല ചേച്ചി. പിന്നെ ആ വോയിസ്, മറ്റേ ഇന്നലെ ഇട്ട വോയിസ് ആ ഗ്രൂപ്പിൽ
അംഗത്തിൻ്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കാരണം ഇവരിപ്പോൾ ഈ വോയിസ് ഗ്രൂപ്പിൽ കിടന്നിട്ട് തപ്പാണ്, ഇത് ആരായിരിക്കും ഈ ടൈമിൽ ഇങ്ങനെ. പക്ഷെ ഇവർ സൈലൻ്റ് ആണ് ഇപ്പോൾ, ഇവരെല്ലാവരും ജാഗരൂകരാണ്. ഇവർ വളരെ നന്നായിട്ട് ചേച്ചിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന മാഫിയ ഒന്നുമല്ല. 3 മാഫിയയാണ്. ഒന്ന് കാസർഗോഡ്, ഒന്ന് കോഴിക്കോട്, ഒന്ന് തൃശ്ശൂർ. ഇങ്ങനെ 3 മാഫിയകളാണ്. മൊത്തം മലയാളികളാണ് ഇവിടെ സ്പായും ബാറും തേങ്ങയും മാങ്ങയും ഒക്കെ നടത്തുന്നത്. ഇവിടെ സ്പായുടെ ഒന്നും ബാറിൻ്റെ ഒന്നും പ്രൊമോഷനൊന്നും അനുവദിക്കത്തൊന്നുമില്ല. ഇവിടെ ഇല്ലീഗലാണ്. ചേച്ചിക്കറിയാലോ, ചേച്ചി 22 വർഷം ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഇവിടെ ഇല്ലീഗലാണ്. ഇതൊക്കെ എടുത്ത് പുറത്തിട്ട് കൊടുത്താൽ ഇവിടെ ഗൾഫിലെ പോലീസ് വന്ന് തൂക്കിക്കൊണ്ടുപോകും. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അവിടെ ഇല്ലീഗലാണോ, അവിടെ അനുവദിക്കത്തില്ല എന്നും നമുക്കറിയത്തില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് പോലെ അവിടെ നടക്കില്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്തുള്ള കറക്റ്റ് സത്യം എന്താണ് എന്നൊന്നും നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ ഒരു വോയിസ് ഷബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അവരെ കോണ്ടാക്ട് ചെയ്ത് ദുബായിലുള്ള ഈ ബാറുകളുമായിട്ടും ഈ മാഫിയയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ അയച്ച വോയിസ് റെക്കോർഡുകളാണ്. അപ്പോൾ അവർ ഇത്രയധികം ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ട്, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനകത്തുണ്ടായിരുന്നു, അപ്പോൾ അവരെക്കാട്ടിലും കൂടുതൽ ഈ രേണു സുധിക്ക് തുക കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അവർക്ക് കൂടുതൽ സെപ്പറേറ്റ് റൂം, അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, മാസം മാസം നാട്ടിൽ പോയി വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റാഫുകൾക്ക് തോന്നുന്ന ഒരുതരം അസൂയ. അപ്പോൾ അത് ഏതൊരു ഫീൽഡിലാണെങ്കിലും ഉള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇതിനെതിരെ ഇതുവരെയും ഈ രേണു സുധി എന്ന് പറയുന്നവരും അവരുടെ കൂട്ടാളികളും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരം. എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? ഇങ്ങനെ പല കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ വരുമ്പോഴൊന്നും ഈ രേണു സുധിക്ക് പ്രതികരണമില്ല. അതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? ഇതിനു മുമ്പ് ഹനാൻ ഒരു ഗർഭ ഇഷ്യൂ പറഞ്ഞായിരുന്നു. ഇവർ പ്രഗ്നൻ്റ് ആയെന്നും അതുപോലെ ഇവർ അബോർഷൻ നടത്തിയെന്നും അത് സുധി എന്ന് പറയുന്ന ആളുടേതല്ലെന്നും അത് മറ്റു 20-22 വയസ്സുകാരൻ്റെതാണെന്നും ഒക്കെ തെളിവുകളടക്കം വ്യക്തമായിട്ട് ഹോസ്പിറ്റലിൻ്റെ പേരടക്കം ഇവർ പറയുകയുണ്ടായി. അതിന് പോലും ഈ സ്ത്രീ പ്രതികരിച്ചിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അവരെ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരുവിധ പ്രതികരണവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഷബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറെ പലതവണ വിളിച്ച് തെറി പറയുകയും അമ്മയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്ത് ഈ കിച്ചുവിൻ്റെ വിഷയം വെച്ചിട്ട് ഡയപ്പർ അമ്മച്ചി എന്നും വികലാംഗ ആയിട്ടുള്ള സ്ത്രീയെ ചട്ടുകാലി എന്നും പറഞ്ഞും നടക്കാൻ പോലും വയ്യ, മുള്ളാൻ പോലും പോകാൻ പറ്റാതെ, ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ ഇരിക്കുന്നവളല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ വയലൻ്റ് ആയിട്ട് ഇവർ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷബീന ബീബി ഒരു വീഡിയോ ചെയ്യുമ്പോൾ രേണു സുധി 2 വീഡിയോ ചെയ്യും. ആ ഒരു അവസ്ഥയിലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഈ ഒരു സ്വർണ്ണക്കടത്ത് പെൺവാണിഫം എന്നൊക്കെ പറയുന്ന ഒരു ഇഷ്യൂ പുറത്ത് വന്നിട്ട് അവർ പ്രതികരിക്കുന്നേയില്ല. ഒരു വാക്ക് പോലും അവരതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. അതെന്തുകൊണ്ട്? എല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ ഈ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കും, ഒന്നുമില്ലെങ്കിൽ ഒരു കേസെങ്കിലും കൊടുക്കും. ഇതും ഉണ്ടായിട്ടില്ല. പലതവണ പറഞ്ഞു അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കയറി ലീക്കാക്കിയെന്നും പറഞ്ഞാൽ അവരെന്തോരം ചീത്ത പറഞ്ഞു, അവർ കേസ് കൊടുക്കും, എല്ലാത്തിനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ഇഷ്യൂ, ഇത്രയും വലിയൊരു ആരോപണം അവർക്ക് മേലുണ്ടായിട്ട് അവർ നിശബ്ദയാണ്. എന്തുകൊണ്ട്? അവരുടെ കൂടെയുള്ളവരും നിശബ്ദരാണ്. പിന്നെ കുറച്ച് AI വീഡിയോ ഒക്കെ ഉണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. പക്ഷെ അതൊരു ശക്തമായിട്ടുള്ള പ്രതികരണമൊന്നും അല്ലല്ലോ. വേണ്ടത് ശക്തമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ഷബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർക്കെതിരെയോ അല്ലെ ഈ ആരോപണത്തിനെതിരെയോ ഈ സ്ത്രീക്കെതിരെയോ ഒരു വാക്ക് പോലും ഇവരാരും മിണ്ടിയിട്ടില്ല. ഇത്രയധികം മാഫിയ ഇതിന് പിന്നിലുണ്ടോ? കാസർഗോഡ്, തൃശ്ശൂർ, കോഴിക്കോട് ഇവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്ന സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്നൊക്കെ ഇവർ പറയുമ്പോൾ നമ്മളിൽ സിനിമയിലൊക്കെ കണ്ട ആ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പോവാണ്. ഒരുപാട് ഈ സിനിമാ ലോകത്തെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിക്കെട്ടി നമ്മൾ കേട്ടിട്ടുണ്ട്.
അപ്പൊ അതേപോലെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ വലിയ കുരുക്കിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ സ്ത്രീ വിചാരിച്ചാൽ പോലും ഇവർക്ക് ഇതിൽ നിന്നും ഊരാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള മാഫിയകളിലൊക്കെ ചെന്ന് പെട്ടുപോയാൽ തീർന്നു അവരുടെ ജീവിതം. താൽക്കാലികമായിട്ട് കിട്ടുന്ന ഈ സുഖങ്ങളും ഈ സൗകര്യങ്ങളും ഒന്നുമല്ല. പിന്നീട് അവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. പിന്നീട് നമ്മുടെ ലൈഫേ പോകും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് ഒന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും സത്യം പുറത്ത് വരട്ടെ. അവർ മിണ്ടാത്തിടത്തോളം കാലം എന്താകും ഏതാകും എന്ന് അറിയത്തില്ല. അപ്പം ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കുന്നതല്ല ഈ ഒരു വിഷയം എന്നൊക്കെ അവർ കാര്യങ്ങൾ പറയുകയുണ്ടായി. സത്യമാണ്, ഒരു സാധാ പോലീസ് സ്റ്റേഷനിലല്ല ഈ ഒരു വിഷയം കേസ് കൊടുക്കേണ്ടത്. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനെ ചൊല്ലി ഇതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താകും നടക്കാൻ പോകുന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഈ പണത്തോടുള്ള ആഗ്രഹം, പണത്തോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം ഉള്ളവരാണ് ഇങ്ങനെയുള്ള വലയിലൊക്കെ പെടുന്നത്. ഈ നമ്മുടെ സുഹൃത്തുക്കളാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേർ നമ്മളോട് പറ്റിച്ചേരുകയും നമ്മളുടെ മനസ്സും നമ്മുടെ ഇഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി മനഃപൂർവ്വം പതിയെ പതിയെ അവരുടെ വലയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നിടും. അങ്ങനെ എങ്ങാനും ഈ ഒരു സ്ത്രീ ഇതിൽ വീണു പോയിട്ടുണ്ടോ എന്നോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം നമുക്ക് സംശയമുള്ള കാര്യമാണ് കേട്ടോ. ഇവർ ഈ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന ഈ സ്വർണ്ണങ്ങൾ, ഡയമണ്ട്, ഇപ്പം തന്നെ ഇവർ വന്നപ്പോൾ പറഞ്ഞ് ചേച്ചി വാങ്ങിച്ചു തന്ന കൊലുസെന്ന് പറഞ്ഞ് കാണിച്ചു. അത് കണ്ടാൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 2 പവൻ 2.5 പവൻ നമുക്ക് തോന്നും. അത്രയും തൂക്കം ഉണ്ടാവും, അറിയത്തില്ല. പക്ഷേ ഇന്നത്തെ വിലയ്ക്ക് ഒരു 2 പവൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 2.5 ലക്ഷം രൂപയോളം നമുക്ക് വില വരുന്നുണ്ട് ഇന്നത്തെ വിലയ്ക്ക്. അപ്പം ഒരു സാധാരണ ഒരു ജീവനക്കാർക്ക്, സാധാരണ ജോലി ചെയ്ത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർക്ക് ഈ 2-2.5 പവനൊന്നും ഇപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ള ഇപ്പോഴത്തെ വില വെച്ച് പറ്റത്തില്ല. പിന്നെ ഇവരുടെ ചേച്ചിയെ കണ്ട കാതിലും ഇല്ല കഴുത്തിലും ഇല്ലാത്ത ആ ഒരു, അവരുടെ കഴുത്തിലില്ല, അവരുടെ കയ്യിലില്ല, അവരുടെ കാലിലില്ല. പക്ഷെ അനിയത്തിക്ക് ഇത്രയും വിലപിടിപ്പുള്ള കൊലുസൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാട് ഇവരുടെ ചേച്ചിക്കായോ? വാടകയ്ക്കാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പിന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഈ ദുബായിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ വലിയ വലിയ ടീമുകളാണല്ലോ വരുന്നത്, വലിയ വലിയ ബിസിനസ്മാന്മാർ, അതുപോലെ തന്നെ അറബികൾ. അപ്പോൾ സ്നേഹത്തോട് സമ്മാനിച്ച് ഇവർ പറയുന്നത് പോലെ സമ്മാനങ്ങളായിരിക്കാം ഈ കൊലുസും ഈ ഡയമണ്ടും. എന്തായാലും ഇത് നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കത്തില്ല. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോണേ. അപ്പോൾ ഹൈപ്പും കൂടി ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.